ഇപ്പോൾ പി രാജീവ് സംസാരിക്കുന്നു. ആ അതെ അതെ, ഇന്നലെ സജി ചെറിയാൻ തന്നെ വ്യക്തമാക്കിയല്ലോ. പിന്നെ ഒന്ന് സാധാരണഗതിയിൽ അദ്ദേഹത്തെ കൂടി കേൾക്കേണ്ടതാണ്. സുപ്രീം കോടതിയുടെ തന്നെ കുറേ വിധികളുണ്ട്. ഇങ്ങനെ ഒരു കേസിൽ നടപടികൾ വേണ്ട എന്ന് വന്നാൽ അതോടുകൂടി പിന്നെ മറ്റേ കക്ഷിയെ കൂടി കേൾക്കണം എന്ന സുപ്രീം കോടതി വിധികൾ കൂടി ഉള്ളതാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും നാച്ചുറൽ ജസ്റ്റിസ് സജി ചെറിയാൻ കൂടി അവകാശപ്പെട്ടതാണ്. അത് ഇന്നലെ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. പിന്നെ മന്ത്രി എന്ന നിലയിൽ തുടരാമോ എന്ന പ്രശ്നം 21ാമത്തെ ഖണ്ഡിക വ്യക്തമാക്കിയിട്ടുണ്ട്. മന്ത്രി ആയതുകൊണ്ടാണ് ഇന്ന് ഉദ്യോഗസ്ഥൻ അന്വേഷിക്കണമെന്ന് പറഞ്ഞത്. അതുകൊണ്ട് കോടതിയുടെ നിലപാട് വ്യക്തമാണല്ലോ. മന്ത്രി ആയതുകൊണ്ട് ഇന്ന നിലവാരത്തിലുള്ള ഉദ്യോഗസ്ഥനാണ് അന്വേഷിക്കേണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് തന്നെയാണല്ലോ വന്നിട്ടുള്ളത്. മറ്റു കാര്യങ്ങൾ ഈ ഭാഗം നിയമപരമായിട്ട് അദ്ദേഹത്തിൻ്റെ ഭാഗം കൂടി കേൾക്കേണ്ടതാണ് എന്നുള്ള സജി ചെറിയാൻ പറഞ്ഞ ഭാഗം അത് വളരെ ശരിയായ ഭാഗമാണെന്ന് തോന്നുന്നു. അത് അല്ല, വിധി വരുമ്പോൾ വിധിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ സുപ്രീം കോടതി വിധികളിൽ കാണുന്നുണ്ട് ഇത്രയും വിട്ടയച്ച കേസുകളിൽ തന്നെ അല്ലെങ്കിൽ അന്വേഷണ റിപ്പോർട്ടിൽ വന്ന ആ നടപടിയെ തുടർന്ന് അത് പരിശോധിക്കും, ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമാക്കുമ്പോൾ നോട്ടീസ് അയക്കുക എന്നുള്ളൂ. ഇപ്പോൾ കേരളത്തിൽ തന്നെ ചില കേസുകളിൽ നിങ്ങൾക്ക് തന്നെ അറിയാം, ചിലപ്പോൾ വിജിലൻസ് കേസിൽ വന്നു, ആ കേസിൽ ചിലപ്പോൾ മന്ത്രിമാർ അല്ലെങ്കിൽ ഒഴിവാക്കി കഴിഞ്ഞ് പിന്നെ ഹൈക്കോടതിയിൽ വരുമ്പോൾ ഹൈക്കോടതി അവർക്ക് കൂടി നോട്ടീസ് അയക്കും. അപ്പോൾ നോട്ടീസ് അയച്ച് നിങ്ങൾ തന്നെ പലരും പല വാർത്തയാക്കിയിട്ടുണ്ട്. അത് സാധാരണ നടപടിക്രമമായിട്ടാണ് വരാറുള്ളത്. അത് ഭരണഘടനാപരമായി തന്നെ അദ്ദേഹത്തിന്റെ അവകാശമാണല്ലോ പറഞ്ഞത്. പ്രതിപക്ഷത്തിനുള്ള ആവശ്യമാണല്ലോ. ഞാൻ പറഞ്ഞ കോടതി തന്നെ ഈ വിധിന്യായത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പുനരന്വേഷണം വേണ്ട, CBI അന്വേഷണം വേണ്ട, അത് രണ്ടും കോടതി തള്ളി. തുടരന്വേഷണമാകാം. തുടരന്വേഷണം ആകുമ്പോൾ മന്ത്രി ആയതുകൊണ്ടാണ് ഇന്നാൾ വേണം, മന്ത്രി ആയതുകൊണ്ട് സ്ഥാനത്തിരുന്ന് തന്നെ അന്വേഷണം നടത്താമെന്നാണല്ലോ എൻ്റെ കോടതിയുടെ എൻ്റെ വ്യാഖ്യാനം. അപ്പോൾ അത് ആ ഭാഗം വ്യക്തമാണ്. അല്ല, അവരുടെ ഒരു ഉത്തരവാദിത്തമാണല്ലോ, അവരുടെ ജോലി അതല്ലേ എപ്പോഴും രാജി ആവശ്യപ്പെടാന്നുള്ളത്. അവരുടെ ഒരു ജോലി അതാണല്ലോ. പക്ഷെ നിയമപരമായിട്ടുള്ള വശമാണ് ഞാൻ സൂചിപ്പിച്ചത്. വളരെ കൃത്യമായി തന്നെ ഹൈക്കോടതി വിധി വ്യക്തമാക്കിയിട്ടുണ്ട്. മന്ത്രി ആയിരിക്കുന്നത് കൊണ്ട് ഇന്ന ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ മന്ത്രി ആയിരുന്നു തന്നെ അന്വേഷണം നടത്താം. പിന്നെ മന്ത്രി ആയിരിക്കുന്ന ഒരാൾ നടത്തുമ്പോൾ അതിൽ വേറെ CBI അന്വേഷണമൊക്കെ ആവശ്യപ്പെടുന്ന ഘട്ടത്തിൽ കോടതി ഈ പറഞ്ഞ ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും കോടതി ക്രൈംബ്രാഞ്ച് അന്വേഷിക്കട്ടെ എന്ന് പറയുമ്പോൾ കേരളത്തിലെ പോലീസ് സംവിധാനത്തിലുള്ള വിശ്വാസം കൂടി കോടതി പ്രകടിപ്പിച്ചിട്ടുണ്ട്. അത് ഈ പറഞ്ഞ പ്രശ്നം സജി ചെറിയാൻ അവകാശപ്പെട്ടതാണ്. അദ്ദേഹത്തിൻ്റെ കേൾക്കണമെന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു നാച്ചുറൽ ജസ്റ്റിസിൻ്റെ ഭാഗമാണ്. പക്ഷേ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അന്വേഷണത്തെ സംബന്ധിച്ച് കോടതി പറഞ്ഞിരിക്കുന്നത് മന്ത്രിയായി തുടരുന്നത് കൊണ്ട് മന്ത്രിയാണ്, അതുകൊണ്ട് ഇന്ന ആളാണ് അന്വേഷിക്കേണ്ടത്. അപ്പോൾ അത് വ്യക്തമാണ്. കേരളത്തിലെ സംവിധാനം തന്നെ അന്വേഷിച്ചാൽ മതി. അത് ഗവൺമെൻറ്റിൻ്റെ സംവിധാനത്തിലുള്ള ജുഡീഷ്യറിയുടെ വിശ്വാസ്യത കൂടി അതിനകത്ത് പ്രകടമാകുന്നുണ്ട്. മന്ത്രി സജി ചെറിയാനാണ് ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടത്. അദ്ദേഹം പറഞ്ഞത് ഈ ജസ്റ്റിസ്, അതായത് ഈ നാച്ചുറൽ ജസ്റ്റിസ് എന്നുള്ളത് സജി ചെറിയാൻ കൂടി അവകാശപ്പെട്ട കാര്യമാണ്. സ്വാഭാവികമായും ആ വിഷയത്തിൽ സജി ചെറിയാൻ്റെ വേർഷൻ കൂടി കേൾക്കണം. കോടതി ഏതെങ്കിലും തരത്തിൽ മറ്റേതെങ്കിലും ഏജൻസി അന്വേഷിക്കട്ടെ എന്നല്ല പറഞ്ഞത്. മന്ത്രി ആയതുകൊണ്ട് കുറച്ചുകൂടി ഗൗരവത്തിലുള്ളൊരു അന്വേഷണം വേണമെന്ന് കോടതി ആവശ്യപ്പെട്ടു. അത് സ്വാഭാവികമായും പുനരന്വേഷണമല്ല, ഒരു തുടരന്വേഷണത്തിന്റെ ഭാഗമായ കാര്യം നടക്കുകയാണെന്നാണ് മന്ത്രി പി രാജീവ് ഈ വിഷയത്തിൽ വ്യക്തമാക്കിയത്. അദ്ദേഹം പ്രതികരിച്ചതായാലും ഈ വിഷയത്തിൽ നമുക്കൊരു കാര്യം വ്യക്തമായിരിക്കുന്നു. മന്ത്രി സജി ചെറിയാൻ രാജിവെക്കില്ല. ഈ ഒരു അവസരത്തിൽ അദ്ദേഹത്തിന് രാജിവെക്കേണ്ട സാഹചര്യമില്ലെന്ന് CPM വിലയിരുത്തുന്നു. CPM അദ്ദേഹത്തിന് പൂർണ്ണ പിന്തുണ ഈ വിഷയത്തിൽ നൽകുന്നുണ്ട്. അതേസമയം CPM-നെ സംബന്ധിച്ച് ധാർമ്മികമായ മറ്റു ചില ചോദ്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഈ ഭരണഘടനാ വിരുദ്ധത അത് BJP-ക്കെതിരെ ആയുധമാക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടി ഭരണഘടനയെ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത ഒരു മന്ത്രി, ആ മന്ത്രി തന്നെ ഭരണഘടനയെ അവഹേളിച്ചു എന്ന തരത്തിലേക്ക് ഹൈക്കോടതിയിൽ നിന്ന് ചില നിരീക്ഷണങ്ങൾ അത് വരുന്നുണ്ട്. അക്കാര്യത്തിൽ അന്വേഷണം നടത്തി ഗൗരവ സ്വഭാവത്തിലുള്ള അന്വേഷണം നടത്തണമെന്ന നിരീക്ഷണം കോടതിയുടെ ഭാഗത്ത് നിന്ന് വരുന്നു. ആ ഒരു രീതിയിൽ സജി ചെറിയാൻ ധാർമ്മികമായി എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ള പ്രതിപക്ഷ വിമർശനം, പ്രതിപക്ഷ ആക്ഷേപം, അതിനടക്കമുള്ള കാര്യങ്ങൾക്ക് CPM മറുപടി പറയേണ്ടിയിരിക്കുന്നതായാലും ഈ ഒരു ഘട്ടത്തിൽ CPM-ന്റെ നിലപാട് ഇനി ഈ വിഷയത്തിൽ മന്ത്രി സജി ചെറിയാൻ രാജിവെക്കേണ്ടതില്ല, നിയമോപദേശമടക്കമുള്ള കാര്യങ്ങൾ തേടി തുടർ നീക്കം അത് അങ്ങനെ ആ ഒരു ധാരണയിൽ പോയാൽ മതി എന്നുള്ള കാര്യമാണ് ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി തീരുമാനമായെടുത്തത്. ആ തീരുമാനത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് അല്പസമയം മുൻപ് നിയമമന്ത്രി കൂടിയായ മന്ത്രി പി രാജീവ് വ്യക്തമാക്കിയത്. ഹഷ്മി.